നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ ഉണ്ട് ഇത്ര നബിസ്താത്തിയും സോർത്താത്തിയും ഒക്കെ ഇങ്ങോട്ട് പോന്നിക്കണേ. അങ്ങോട്ട് പോന്നിക്കണേ. എന്റെ മോൾക്ക് ഇപ്പൊ ഞേരിയ കയറാവല്ലേ. ഇതിന്റെ മോൾക്ക് ഞേരിയ കയറാന്നാവും. ഇവിടെ ഉണ്ട് അറിഞ്ഞോല് നബിസ്താത്ത. അതായിരിക്കണോ എന്റെ മുകളിലുണ്ട്. അതാ നബിസ്. അല്ലാ, നിങ്ങളെ തെരഞ്ഞിട്ടാണ് ഈ നടക്കണേ. കൊറേ നേരായി തെരഞ്ഞെടുക്കണേ. ഇതിന്റെ മോൾക്കില്ലേ നല്ല സ്ഥലല്ലേ കുടീത്ത മനാപൂര. അവിടുത്തെ മനാപൂര ഒന്നും കേട്ടോ ഒഴിഞ്ഞു പോന്ന തന്നെയാണ്. ഈ തിരക്കും കുത്തുകുലോ ഈ മാത്താങ്കുത്തും കുടിയിലെല്ലാം പാട്ടും പായ്യറും പെരക്കല്ലേ. എപ്പോഴേലും കുറച്ചേരം ഒന്ന് പോന്നു. കുറച്ചോനെ ചൂര കുത്തരുതേ കേട്ടോ. ബാല്യക്കാരൻ പിന്നെ അതോട് കെട്ടി മാറി. സുബൈദാന്റെ കുട്ടിക്കാലല്ല ഞാന് പെണ്ണെ കല്ലിച്ചാനേ. ആ ഫാറിന്റെ മോളും പോയി കടന്ന് കല്ലിച്ചാന്. കളിച്ചിട്ടുണ്ടോ പെണ്ണെ കുട്ടിക്കാലം നമ്മൾ ചോനെ എന്റെ കുട്ടി പൊക്കാതെ അതന്നെ സുബൈദ കള്ളത്തരം കാട്ടിക്കുത്തുന്ന എവിടെ കൊറച്ചേര കൊത്ത കല്ലാടുക ഇവിടെ കുത്തിരിക്കാലേ. പുറമോ തന്നെ കുത്തിരിക്ക. അതൊക്കെ ഞാൻ 5 കല്ല് പൊറുക്കിക്കോ കുഞ്ഞുട്ടി. അങ്ങോട്ട് കേറിയിട്ടേ ആ കുട്ടീനെ കച്ചി. മാണിക്കല്ലായ ഉടപ്പറപ്പ് കഞ്ഞികളെ ലോകം മുഴുവൻ കാണണം. മാതിരിയൊക്കെ മാനൊക്കെ അങ്ങോട്ട് നോക്ക്. നമ്മളിപ്പോ എന്തിന്റെ മുകളിലായി നിക്കണത്? പേരെന്താന്നറിയോ? അതാണ് മയിലാടിപ്പാറ. മയിലാടിപ്പാറേ മാണിക്കല്ലേ. സുബൈദ മയില് നിന്ന് ആടിയിട്ടുണ്ടാവും മഴയെ ഇവിടെ. അതാണ് ഈ മയിലാടിപ്പാറ. മയിലാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ എന്താണല്ലേ സൂപ്പർ. നമുക്ക് ഇവിടെ കുത്തിരുന്നാണ് കൊത്ത കല്ലാടിയാലോ. ഇവിടെ കുത്തിരിക്കേ ഇരുന്നോളി കുറച്ചേരാണല്ലേ. എന്താല്ലേ മാരി തരം നമ്മള് ജനിച്ചിട്ട് കണ്ടിക്കണം. അങ്ങോട്ടോ നോക്കി നോക്കാണ് നിങ്ങള് വരാളിക്കണു. അല്ല ഏതായാലും നല്ല മട്ടല്ലേ. അങ്ങോട്ട് നോക്ക്. പിന്നെ നബിസ്താത്ത നിങ്ങക്ക് കേക്കണോ? ഇത് എന്റെ കുട്ടിക്കാലം ഈ പാറമ്മക്കുടിയെന്ന് ഞങ്ങള് തന്നെ ഒരു ഉതിർന്ന പാറുണ്ട്. എങ്ങനെ അറിയാം? അന്ന് പാറ പൊട്ടിച്ചിട്ടില്ല. എന്നിട്ട് മേലെ ഒരു കല്ല് വെക്കും. എന്നിട്ട് അങ്ങോട്ട് ഉദരും റോട്ടിക്ക്. മദർസ ഞങ്ങള് പോയിരുന്നത് ആഞ്ഞിലങ്ങാടിയെന്ന്. ഞങ്ങൾ എന്താ കാട്ടുകയെന്നറിയോ? ഈ പാറിന്റെ മുകളിൽ വന്നു തിരിക്കും ഞാനും എന്റെ ആങ്ങളെയും കൂടി. മദർസ വിട്ട ഒരു കുട്ടി അവിടുന്ന് വരുന്ന കാണുമ്പോ ഞങ്ങൾ എന്ത് കാട്ടും? ഞങ്ങള് വേഗം പെരീക്കും. എന്നിട്ട് ഞങ്ങള് സ്കൂളിൽ പോകും. അന്നത്തെ ഇന്നത്തെ പോയിന്നില്ലേ ഇന്നത്തെ പോലെ പിന്നെ രക്ഷിതാക്കൾ ചെല്ലേണ്ട ആവശ്യം എങ്ങനെ ഉണ്ടാവും? പിന്നെ നോക്കുന്നത് ഈ കുന്നത്ത് കൂടിയാ. ഇവിടെ കല്ല് കളിച്ചിട്ട് എനക്ക് നിങ്ങക്ക് ഓർമ്മന്നില്ലേ കല്ല് കളിച്ചാൽ? ഞാനിപ്പോ അവിടെ കല്ല് പെറുക്കി ഇങ്ങോട്ട് പോരുകയാണ്. എല്ലാ മട്ടുണ്ട് കക്കളിച്ചാനും വരുന്ന സ്ഥലേന്ന്. ഇവിടെ ആൽബം വന്നെടുക്കാനും എല്ലാറ്റീനും ഷൂട്ടിങ് ഏരിയക്കാരും പറയലുണ്ട്. ഈ പാറന്റെ നമുക്ക് ആ പാറമൊക്കെ പോണെന്നേ നമ്മളെ കുട്ടിക്കാലം ഒന്ന് അയവർക്കാൻ പറ്റുന്ന സംഭവല്ലേ. അപ്പൊ അത് നബിസ്താത്താക്കും പിന്നെ പൊത്തക്കല്ലൂട്ടണ്ട പോത്തപ്പല്ലി കല്ല് കൂട്ടാൻ പറ്റൂല. ഒരു കഞ്ചോണ്ടോട് കളിച്ചാൻ പറ്റില്ല. പൊട്ടുമ്പളല്ലേ ഇടക്കേറിയാ അഞ്ച് അങ്ങനെ കള്ളപ്പറക്കൂട്ടണ പോവാ. പെണ്ണെ കഴിഞ്ഞ കാലം മറക്കും. ഇപ്പൊ ചവിടിന് കേറി പോന്നപ്പോ 4-5 കല്ല് പെറുക്കിപ്പോ നമ്മളെ ഇനി അതേമാതിരി നമുക്ക് ആ കക്കളിച്ചറി ഈ എവിടുക്കാൻ ഈ കുട്ടിക്കാരൻ നമ്മള് മറക്കുക. എന്നാ തുറമ്പോ കളിച്ചാ കളിച്ചാ പറഞ്ഞപ്പോ ഞാൻ കണ്ടിട്ടില്ല പൊന്നാര മോളെ. അതെന്നെ പറ്റി വിളിച്ചേക്ക് പോന്നതന്നെ. അല്ല ഒട്ടാല സ്കൂൾ പോയോ? 4ാം ക്ലാസ് വരെ പോയി. 4-ന്ന് 5 പോയില്ല. സ്കൂള് പഠിത്തനാകൊണ്ട് വജു കുത്തിരിക്കാനും ഞാൻ ഒരു കച്ചും കൂട്ടില്ല. സ്കൂളൊക്കെ ഇതിന്റെ വേക്കിലാണ്. അപ്പൊ അടുത്താണ്. ഇവിടുന്നാണ് പോയ വണ്ടി അവിടെ എത്തും. മദർസക്ക് പോണെങ്കിൽ തോട് കടന്നിട്ട് ആഞ്ഞിലങ്ങാടി പോണം.
ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല. പോലെ ഓട്ടോറിക്ഷ അല്ല, വേറെ വാഹനല്ല. എന്നാലും മറ്റേ കുട്ടികളൊക്കെ പോണില്ല മദ്രസ കള്ളത്തരം തന്നെ. പെണ്ണ ഇന്ന് ഓട്ടോറിച്ച് ഉണ്ട്, വച്ചുണ്ട്, എല്ലാ സംഗതി ഇപ്പൊ ഇന്ന് കുട്ടികൾക്കുണ്ട്. അന്നത്തെ നമ്മളതാപേ ഞാൻ അപ്പഴും ഇപ്പോഴൊക്കെ ആയിട്ട് അതിനങ്ങനെയല്ല. ഇന്ന് അങ്ങനെ കുട്ടികൾ ചെന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിക്കട് കയറ്റൂല. അന്ന് വാർത്ത തെരഞ്ഞു വരൂല, ഒന്നുമില്ല. അല്ലേ ഒപ്പിടാൻ വിളിച്ചല്ലോ പരൂസ കഴിഞ്ഞിട്ട്. പരൂസ കഴിഞ്ഞിട്ട് ഒപ്പിടാൻ വിളിച്ചപ്പോ നമ്മള് ഞാനും എന്റെ മുക്ക് ഞാനിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ടായിരുന്നു കള്ളത്തരം. രക്ഷിതാക്കളെ വിളിച്ചോണ്ടാ പറയും. രക്ഷിതാക്കൾ തരില്ലേ വട്ടക്കുമ്പളൊക്കെ കിട്ടേ. കുമ്പളൊക്കെ കിട്ടേ പിന്നെ ഒരു കാടല്ലേ മക്കളിക്കല്ലേ. സ്കൂൾക്ക് 2 ദിവസം ചെല്ലാതെ പണി വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇപ്പാനെ തെരഞ്ഞ അങ്ങനെ പോയി അവിടെ പുളിയക്കോട് പാറാന്നറിയും. അവിടെ പീടിയിലേന്ന് ഉപ്പ. അതിന് ഇപ്പാനോട് ഞാൻ അവ ക്ലാസ് കയറാതെ ഉള്ളിക്ക് കയറണ്ടാന്ന് പറഞ്ഞു. അതില് ഇപ്പ ചെന്നിട്ട് എന്നോട് ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. നിങ്ങളോട് ചെല്ലാതെ എന്നെ ക്ലാസ് കയറ്റൂലായിരുന്നു. അതില് പറഞ്ഞു പിന്നെ ഓല കൽപ്പനല്ല പച്ച്, ഓന്റെ കൽപ്പനല്ല എച്ച് കാരണം ഉപ്പ. ഞാൻ പോരുന്നില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് മാഷന്മാരെന്നോട് ചോദിച്ചു എടുത്തു, രക്ഷിതാവിനെ ഉപ്പാനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എടുത്തു ചോദിച്ചു. ഓന്റെ കൽപ്പനല്ല എച്ച്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അതാ പൊട്ടി പൊട്ടി അവിടെ ഞാൻ എന്താ കേട്ടു അതേപോലെ തന്നെ ഉറപ്പ. പഠിച്ചോനെ അതൊക്കെ ഇപ്പൊ ആലോചിച്ചാലും മാഷന്മാരോടാണ് വന്ന് പറയുന്നതേ. ഒത്തക്കല്ല് വെച്ചെങ്കിപ്പോ ഞാമക്കല്ല് കളിക്ക. ഞാനൊന്ന് കളിച്ചട്ടെ. അതിന് പൊന്നാര നബിസ്താത്ത 3 5 കല്ലിനെ ഒന്നവിടെ ഉരുണ്ടടിഞ്ഞപ്പോ ഉരുണ്ടു പോയാലോ. അങ്ങോട്ടൊക്കെ പണ്ടേ ഞാൻ ഇപ്പോഴെ കേറിനോട് കൂടെ 5-6 കല്ല് പെറുക്കി പോന്നാ മതിയായിരുന്നു. ഒരു കളിക്ക് 5 കല്ലാണ്. പിന്നെ ഒരു 12 കല്ല് വെച്ചിട്ട് പിന്നെന്താ പിന്നെ കൊറേ തുഞ്ചുമ്പോ കിട്ടുന്നത് തെറിച്ചാ പൊട്ടി. നല്ലോണം കളിച്ച് ശീലണ്ടേ. പെണ്ണെ ഞാറപ്പായ ഉണ്ടായിരുന്നില്ലേ. ഞാറപ്പായ ഇവിടെ മയിലാടിപ്പാറ മയിലുണ്ടായിരുന്നു. അന്നത്തെ കാലം ഇപ്പോഴും ഉണ്ട്. അല്ല ഈ കുന്നിന്റെ പോൾ അന്ന് കൊല്ലാന്ന ജീവൻ കിട്ടിയത് അതങ്ങോട്ടൊക്കെ ദബ്ബറുംകാട് എന്റെ ആങ്ങളുടെ പേരാണ് ആ കാണുന്നത്. വളട്ടാങ്കി അതാ മോരിക്കുട്ടി ഉറമ്പോ. നാത്തൂന് 2 പെൺകുട്ടികളുണ്ട് ഓലത്തേക്കാരം. അവിടെ ആരും ഇല്ലാന്ന് പെണ്ണജ്ജ് മിച്ചറിനോട് നീന്നില്ലേ പെണ്ണെ അറിയുമ്പോലെ ഒരു കണ്ടമാണി കൊടുന്നു പറഞ്ഞു മിച്ചറിന് എന്താ എടുക്കാത്ത പോകുമ്പോ കൊയങ്ങിട്ട് കണ്ണാണ് പെണ്ണ് ഇറങ്ങാൻ കേട്ടോ. നമ്മളിനി പോയാലോ വല്ല ആനയും വന്ന് കുത്തിച്ചാലേ ആനയും നരിയൊക്കെ ഉണ്ടാവും. എന്താ എന്തിനു പറയാ നരിയോ പൈസ മാണിക്കല്ലായ നബീസോ ഇജ്ജ് കേക്ക് ഇതിലുണ്ട് ഇത്ര ഇപ്പൊ ഒരു 3-4 ദിവസം ഒറ്റ കൊമ്പം. പിന്നെ നല്ല മയിലാടിക്കും തന്നെ ഏതായാലും അപായ മയിലാടിക്കുന്നല്ല. കണ്ടിട്ടൊക്കെ പാടെ ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. പിന്നെ അതല്ല വേറെ രസമുണ്ട്. ഇതിന്റെ മുകളിൽ കൊയ്ത്ത് മതി ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ എന്താ അറിയോ ഈ മന്ദിലുണ്ടാവും. ഈ മന്ദിരെ കൊണ്ടുപോയി അതിന് കിട്ടുന്ന നെല്ലേറ്റ് ഞങ്ങള് നെല്ലിട്ടുങ്ങാണ്ട് തൗടിടിച്ച അതൊക്കെ ഞങ്ങള് കാട്ടീന്ന കുഞ്ഞിപ്പ പോന്നില്ല. കുഞ്ഞിപ്പ പോകാൻ നല്ല കാലം പിന്നെ അണ്ടിപ്പുട്ടിടിച്ചിട്ടും എന്തൊക്കെ കാട്ടിന്നു ഇങ്ങനത്തെ പറങ്കുച്ചി കാട്ടിക്കൂടി പോയിട്ട്. ഞമ്മക്ക് പൊഞ്ഞു ഓണല്ല വരുന്നത് സുബൈദ. നല്ലോണം ഒരിത്തിരി പായസം വെച്ച് കടന്ന് കുടിച്ചാന്. ആ പാലയുടെ പായസം വെച്ച് കടന്ന് കുടിച്ചാന് ഏത് സേമിയനോ അണ്ടിപ്പരിപ്പ് മുന്തിരി അതല്ലേ എല്ലാ ഇപ്പല്ല പെണ്ണുങ്ങൾ എങ്ങനെ മരുന്ന എല്ലാ സാധനവും അതിലുണ്ട്. പാലട പായസം അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ 2-3 പേര് വാങ്ങുള്ളൂ. ഞമ്മക്കന്നെ നമുക്ക് നല്ലൊരു ചെമ്പ് പായസം വെച്ചിട്ടേ പായസം എന്താ ഈ കുട്ടി ചോദിച്ചിട്ട് പെല്ലിങ് ഏതാണ്? എന്താ ഈ കുട്ടി പറഞ്ഞ മലയാളം തന്നെ ചെറുക്ക് കൂത്തില്ലാത്തോട്ട് എന്താ ഈ കുട്ടി പറയുന്നു? ഉമ്മമാരെ പെല്ലിങ് എന്താ സാധനം? എന്താണത്? എങ്ങനെയാ കുട്ടിയെ അത് എഴുതാനാണ് ഇപ്പൊ കുട്ടിക്ക് പാറമ എഴുതാനേ എഴുതാനേ ഉമ്മാനോടൊന്നും പറഞ്ഞേരാ പെല്ലിങ് ഒന്നും ഇച്ചറിയില്ല.
പഠിച്ചോനെ എന്തായാലും ഇപ്പത്തെ കുട്ടികള് ഈ പ്രായത്തിൽ ഇംഗ്ലീഷ് പീസ് പറയൽ തുടങ്ങി. നമ്മളെ കാലത്ത് ഇംഗ്ലീഷ് പീസ് പറയലില്ല. ബീസു ഇവിടുന്നേ മെല്ലെ ഇറങ്ങാൻ നോക്കട്ടില്ലേ? നമുക്ക് പോകാൻ തുറമോ എന്നെ പിടിച്ചാച്ചേ. ഇവിടുന്ന് മെല്ലണ്ട് ഇറങ്ങാൻ നോക്ക, അല്ലെങ്കിൽ എന്താന്നറിയോ നമ്മള് കുടുങ്ങും. അഥവാ ഒരു മഴ പെയ്തു വെച്ചാലേ നമ്മള് ഇവിടെ കുടുങ്ങും. ആകാശത്ത് കേറി നീലൂരുണ്ട് സൂറമോ ഇങ്ങോട്ടൊന്നൊക്കെ സുബൈദാ ആകാശത്തിന്റെ മോള്. നമ്മളൊക്കെ എല്ലാരും ഒപ്പം നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറയുന്നത് അല്ല മള ആ കാര്യം കണ്ണട കൊടുക്കണോ ജെ? അതുണ്ടായിരുന്നോ അതില്ലേ? പാറിന്റെ കളറിന്റെ കണ്ണട. നമുക്കൊന്നും എന്താണ് ആ ഫോട്ടോ എടുക്കുന്ന ചങ്ങായിനോട് ഒന്ന് ഫോട്ടോ എടുത്ത് തരാൻ പറയും. ചെങ്ങായി പേര് പോയി എന്റെ അപ്പുറത്തേക്കാണ് നിന്നാ ആ പെണ്ണ് അന്നൊരു ഫോട്ടോ എടുക്കുക ഞങ്ങളെ കുറച്ച് നേരക്കുന്നാണ് പോകല്ലേ സൂറം പോവാ. ചെരുപ്പ് ഊരി കജ്ജി പിടിച്ചാ മക്ക ഒന്ന് വള്ളത്തിൽ കൂടി പോയി ഇങ്ങോട്ട് പോന്ന് കിട്ടിയതാണ്. അല്ല ഇപ്പേ ഇതാ വള്ളത്തിൽ കൂടി പോയി കുത്തി വെച്ചിങ്ങാട് ഇപ്പൊ കായ ഉണ്ടാക്കി വാങ്ങിയതപ്പൊ ഒരു ചെരുപ്പ്. ഇനിയിപ്പൊ ഇതിന്റെ വാറും പൊട്ടിച്ചാലേ ഇനിയിപ്പൊ പോകാനാകുമ്പോ ഇനി ആദ്യമൊക്കെ കായ ഉണ്ടാക്കി വാങ്ങാൻ കജൂല. നടന്നാണ് നിങ്ങള് ചെരുപ്പൊന്നും വേണ്ട. അവിടേക്ക് പോകാൻ തന്നെ പോയിട്ടേ വാങ്ങി കൊടുക്കാനാ. ഇങ്ങോട്ട് പോന്നാണ് നിങ്ങളെ മയിലിന്റെ ഒച്ചല്ല അപ്പൊ കേക്കണത് ആ തൊള്ളിടണേ. ചെരുപ്പ് ഇടാനൊക്കെ പൂതിയാണ്. പക്ഷെ എന്താന്നോ പൊണ്ണ ഞാൻ അതൊന്നല്ല ചെരുപ്പ് ഇടാതെ ഇനി പൊട്ടിയിട്ട് കായില്ല വാങ്ങാൻ. അതിനെ ആദ്യം ചെരുപ്പ് പാത്രോ അല്ലാന്ന് സൂറാൻ പോവാ. നല്ലോണം നോക്കിക്കോ. പണ്ടത്തെ നാട്ടില് പോയിട്ട് അതൊക്കെ മുകളിൽ പോയിട്ട് മൂന്നൂന്ന് പറഞ്ഞാല് പറഞ്ഞിട്ടൊന്നും കാര്യല്ല മളെ. ചിന്നെ കൈ ചെറുപ്പക്കാരത്തി എന്നിട്ട് എന്റെ അത്തിരി നടക്കാൻ പറ്റില്ല. ചവിട്ടിയാലേ എല്ലായിടത്തും എല്ലാ ചക്കങ്ങ കെട്ടിയ കാളോലജ്ജുണ്ട്. പോന്നപ്പോ നല്ല ഉച്ചാരണ. ഇപ്പൊ എനക്ക് ഊര കുത്തി ഉഗ്ഗതിലെ വേച്ചാറായിരിക്കൂലേ ബീസോ? ഊണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല മളെ. കാലം മുറിച്ചായിരിക്കും നീ എന്റെ മയിലാടി പറച്ച് വേണ്ടാറ്. പൊന്നാര സുബൈദ ഇജ് കൊറച്ച് കാലായി കുണിച്ചേര് മയിലാടി പാറ പറിച്ചു തുടങ്ങിട്ട്. ചെരുപ്പ് ഊരാലാണ് ഏറെ പോയി. ചോനെ കഴിച്ചിലായി ഞാൻ കഴിച്ചിലായി. എന്താ ചെയ്യട്ടെ പത്തില പോരല് പോരുന്നു. എന്റെ മയിലിൽ ഇപ്പൊ ഞാനിങ്ങോട്ട് അടിക്കാ കേട്ടോ. ഞാനെല്ലാ കുന്നും മലയിൽ കയറും. ഇച്ച് മൊട്ട മുളയിൽ ഇപ്പൊ ഈ ആടുകളും കന്നുകളും നിറഞ്ഞ ചേലായതല്ലേ മറ്റേ ഞങ്ങളെ മാണിക്ക കല്ലായ ഉടപ്പറപ്പുകളെ ഈ കോലത്തിലില്ല മയിലാടിപ്പാറ. സുബൈദ ഈ ജാതി മയിലാടിപ്പാറമ്മ കൂടി ഇന്നേയോ അതിനൊക്കെ നമുക്ക് വെയിലും വെളിച്ചം അല്ല നേരത്തെ പോരണേ. നല്ല ഇച്ചിരിഞ്ഞാലേ നല്ല കാറ്റൊക്കെ അടിക്കുന്ന സമയത്തിന് വന്ന് കുത്തിരിക്ക. എന്നാ പിന്നെ വെയിലില്ല നേരത്തെ പോരണം കേട്ടോ. ഇതിപ്പോ നമ്മളെ പോരാ വെയിലും വെക്കാനല്ല നേരത്തെ നമുക്ക് പോന്നാലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുറിച്ചാനും ഇവിടെ കുത്തിരുന്നാലേ. ഇതിപ്പോ ഈ അന്തിക്കേ ഇതിപ്പോ എന്റെ മയിലാടിപ്പാറ ആണെന്ന് പറഞ്ഞിട്ട് കാര്യായിരുന്നു. എന്റെ മയിലാടിപ്പാറ ഇങ്ങോട്ട് പോരി. നിങ്ങളെ എന്താ പഞ്ഞി കോയങ്ങൂണോ അജാതി പോറലല്ലേ മല മോളിൽ പോന്നിക്കണത്. ഇതിപ്പോ എന്താണെന്നറിയോ? ഇതേ ഈ മലന്റെ മുകളിലേ ഈ ജാതി ഒരു പാറപടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളൊന്ന് ഓള് പറയുമ്പോ നമ്മളൊന്ന് പോരണ്ടേ. ഓള് ചാടി കളിച്ചതാ തേലാത്തനെ. കുത്തിരുന്ന തേലാണേ. ഉൾക്കാരനാട് കൂടിയത് പോന്നിട്ടുണ്ടാവും. ഇതൊക്കെ പൈനെ മഞ്ഞേമാര് ഇതൊക്കെ പൊട്ടിച്ചിട്ടേ എന്തിട്ടാ പല നൃത്തം കണ്ടാ വെയിലും ഉച്ചാൻ തോന്നും. അല്ല മോളെ എന്റെ അമ്മ പണ്ട് ഇന്നങ്ങനെ തെരഞ്ഞെന്നത്. ആടുകളിട്ട് പോയാൽ എന്റെ അമ്മ കാണാ അല്ലെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെ കുത്തിങ്ങാണ്ട് എന്റെ അമ്മക്ക് ഇന്നെ തെരഞ്ഞല്ലേ. അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങോട്ട് ഇറങ്ങിക്കാണി. ഇനിയിപ്പോ നമ്മളെ